കിഴശ്ശേരി ഗ്രാമം. നിഷ്കളങ്കരായ കൃഷിക്കാരും ഗ്രാമീണരും വസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമം. പണ്ട് മുതലേ കുടിയാന്മാരോടും കുടിയേറ്റക്കാരോടും സ്നേഹവാത്സല്യം പൂണ്ട കോലോത്ത് തറവാട്. ഈ തറവാടിനെ ഇപ്പോഴും ഈ ഗ്രാമം അഭിമാനത്തോടെ കാണുന്നു. കോലോത്ത് തറവാട്ടിലെ ഇപ്പോഴത്തെ തലമുറയിൽ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും പ്രതീകമായ വിലാസിനി അമ്മ. ഞാൻ മുറിയിൽ അന്വേഷിച്ചു, കണ്ടില്ല. ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നത്? ചായ. തമ്പരാക്കന്മാരെയും തമ്പരാട്ടിമാരെയൊക്കെ ചായ കൊടുത്ത് പള്ളി ഉണർത്തിക്കാനുള്ളതല്ലേ? തുടങ്ങി. വെറുതെ അല്ല മക്കള് പറയുന്നത്. എന്താ കരടീന്ന് അല്ലേ? ഇപ്പോഴും ഈ കരടി കെട്ടപ്പെടുന്നോണ്ടല്ലേ മക്കള് 3 നേരം മൂക്കുമുട്ട തിന്നുന്നേ. ദേ, ചായ ചൂടാറുന്നു. അച്ഛനെ മക്കളെ പറ്റി കുറ്റം പറയാൻ 100 നാവാ. ഇത് ഇപ്പോഴത്തെ കാരണവരും ഗ്രാമവാസികളുടെ സ്നേഹനിധിയുമായ കുറുപ്പദ്ദേഹം. ഗോപിയെ, എണീക്കടാ. നേരം വെളുത്തു. എന്തൊരു ഉറക്കായത്. എന്നും ഞാനിങ്ങനെ തൊണ്ടയിട്ട് അലിക്കണം, എന്നാൽ എണീക്കുള്ളൂ ഇല്ലേ? ഗോപേട്ട, അമ്മ വിളിക്കണം. ഈ രാവിലത്തെ ഉറക്കത്തിന് എന്തൊരു സുഖം. അപ്പോഴേക്കും വിളിച്ചു. ഓ, നിന്റെ ഉറക്കത്തിന്റെ സുഖമൊക്കെ ഇപ്പൊ തീരും. അച്ഛൻ മടയിൽ നിന്ന് ഇപ്പൊ ഇറങ്ങും. ആ, ഇപ്പഴാ ഓർമ്മ വന്നേ. ഗോപേട്ട, എന്റെ മൊബൈലിൽ ഒരു 100 രൂപ കയറ്റി തരണേ. സച്ചുനും ബാബനും സോണിക്കും SMS അയക്കാനാ. ഇന്നലെ അവർക്ക് മാർക്ക് വളരെ കുറവായിരുന്നു. SMS ഓ? അതെ, റിയാലിറ്റി ഷോക്ക് SMS അയക്കാനേ. രാവിലെ തന്നെ നിന്റെ ഒരു SMS. ഇത് കുറുപ്പദ്ദേഹത്തിൻ്റെയും വിലാസിനി അമ്മയുടെയും മൂത്ത മകൻ ഗോപിയും ഭാര്യ ശ്യാമളയും. സ്വാർത്ഥത ഇവരുടെ കൂടപ്പിറപ്പാണ്. നീ ഒന്ന് എഴുന്നേറ്റേ, ഇന്ന് എനിക്ക് ഓട്ടോ ഉള്ളതാ. ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരൊക്കെ എണീക്കട്ടെ, എന്നിട്ട് ഞാൻ എണീറ്റോളാം. 11 മണിക്കാണെന്ന് തല ചായ്ക്കാൻ പറ്റിയത്. എന്നിട്ടോ ഉറങ്ങാനും കഴിഞ്ഞില്ല. ഈ ദാസേട്ടന് കൂർക്കമ്പലി കാരണം. ഇത് രണ്ടാമത്തെ മകൻ ദാസൻ, ഭാര്യ നിഷ. ഇവർക്കും സ്വന്തം കാര്യം സിന്ദാബാദ്. സത്യ, എണീക്കടാ. ഞാനൊരു തില്ലെങ്കിലും മക്കള് നേരത്തിന് എണീക്കൂല. എണീക്കേ. അയ്യോ, ഒച്ച വെക്കണ്ട. ചേച്ചിമാർ എണീറ്റ് ചെല്ലട്ടെ, എന്നിട്ട് ഞാൻ ചെന്നോളാം. ഇന്നലെ ഞാൻ നേരത്തെ ചെന്ന് വിട്ടു. എന്നെ കണ്ടപ്പോ അവര് പതുക്കെ വന്നുള്ളൂ. എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്തു. ഓ, കണ്ടോ, ചെക്ക മൂത്രമൊഴിച്ച് പിണ്ടിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ തന്നെ അലക്കണം. അച്ഛനിപ്പോ വരും, നീ ചെല്ലേ. ഇത് മൂന്നാമത്തെയാൾ സത്യൻ, ഭാര്യ ഇന്ദുവും. ഇവർ സ്വന്തം കാര്യം വിട്ട് കളിക്കാറേയില്ല. രമേശ, അയ്യോ പാവം, നാട് നന്നാക്കാൻ ഇറങ്ങിയ രാഷ്ട്രീയക്കാരനാ. എപ്പ വന്ന് കിടന്നു ആവോ. രമേശ, എടാ രമേശ. അയ്യോ, പോലീസ് പോലീസ്, തല്ലല്ലേ സാറേ, എന്നെ തല്ലല്ലേ. എന്താടാ ഇത്? പോലീസോ? ഇത് ഞാനാ, നിന്റെ അമ്മ. കണ്ണോർന്ന് നോക്കടാ. ഇതാ ചായ. ഇവൻ ഇളയ മകൻ രമേശൻ. കുടുംബത്തിന് ഭാരമായി നാടിനെ മാത്രം നന്നാക്കാൻ നടക്കുന്ന രാഷ്ട്രീയ നേതാവ്.
എന്താ ശങ്കുണ്ണിയേട്ടാ? എന്താ എന്താണ്ടായേ? കുറുപ്പത്തില്ല ഇവിടെ. ആ എന്താ ശങ്കുണ്ണിയെ? എന്താ ഉണ്ടായത്? തെക്കേക്കരയിൽ വഴി പ്രശ്നം. കുറുപ്പത്തില്ല ഇവിടെ. കുറുപ്പത്തിയോ കുറുപ്പത്തിയോ എന്താടോ കുറുപ്പത്തിയോ. ഏ? തെക്കേക്കരയില് പൊരിഞ്ഞ വഴി പ്രശ്നം. ഒരു ഭാഗത്ത് കുഞ്ഞാലിന് സംഘവും മറുഭാഗത്ത് അംശം ഒറ്റയ്ക്ക്. കുഞ്ഞാലിന് സംഘം കൂടെ വഴി വെട്ടുമെന്ന് പറഞ്ഞ് പെട്ടഞ്ഞിങ്ങനെ നിൽക്കുമ്പോ മറുഭാഗത്തെ പറമ്പേക്കരെ കയ്യും കാലും വെട്ടുമെന്ന് പറഞ്ഞിട്ട് കലി എളിയിട്ട് അംശം കച്ചേരി നിൽക്കുക അവിടെ. കുറുപ്പത്തി ഇടപെടണം, അല്ലെങ്കിൽ ആകെ പ്രശ്ന. ആ ശരി, ഞാനിപ്പോ വരാം. ഇക്ക് 4 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതിൽ നിന്ന് റോഡിന് കൊടുക്കാനില്ല. ഹംസേ ഈ ഒന്ന് ഓർക്കണം, അപ്പുറത്ത് കുറെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഒരു ആശുപത്രി പോണെങ്കിൽ രോഗിനെ ഏറ്റിക്കൊണ്ടാ പോണ്ടത്. എന്തേച്ചു മനസ്സിലാക്കിയത്? നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഇക്കതിൽ മാറ്റം ഉണ്ടാവില്ല. എന്ത് തേങ്ങയിൽ മൂടാടാ നീ പറയുന്നത്? ഞങ്ങൾ റോഡ് വെട്ടാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ റോഡ് വെട്ടും. മാറി നിക്കടാ. ഇജ്ജങ്ങ് ഒലത്തും. അന്റെ കാലിന് നെരിയാണ് നമ്മൾ വെട്ടും. ആർക്കാണ് നമ്മുടെ സ്ഥലത്തോട് ബൈവെട്ടന്റെ? ബാ വരി. എന്തായി കാണുന്നേ? ഒരു ബൈക്ക് വേണ്ടി തല്ലി ചാൻ പോവാ? ആചാര്യ ഇത് കേക്കി എല്ലാവർക്കും വേണ്ടിയാ റോഡ് വെട്ടണ്. ഇവൻ മാത്രം എതിര് നിൽക്കുക. ആചാരെ, ഇന്റെ സ്ഥലം കൊടുത്തിട്ട് ഇവർ റോഡ് വെട്ടില്ല. നിങ്ങൾ രണ്ടു കൂട്ടർ ഇങ്ങനെ പറഞ്ഞാൽ കാര്യം നടക്കില്ല. എന്താ പ്രശ്നം? എന്താ? ഇവരെല്ലാരും റോഡ് വെട്ടാൻ നിൽക്കുക. ആ. ഓന്റെ സ്ഥലം റോഡ് വെട്ടാൻ കൊടുക്കൂല എന്നാണ് ഈ അംശം പറയുന്നത്. ഓ. ഓ സമ്മതിച്ചില്ലല്ലോ നമ്മൾ റോഡ് വെട്ടും. ധൈര്യമുണ്ട് വാട വെട്ടാൻ. ഞാൻ പറഞ്ഞോളാം. വഴിയും വെള്ളവും വെളിച്ചവും ഒക്കെയാണ് നാടിന്റെ പുരോഗതിക്ക് ആവശ്യം. ഇവിടെ ഒരു റോഡ് വരുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. പക്ഷേ ഹംസയ്ക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ നമ്മൾ കേൾക്കണ്ടേ? പ്രത്യേകം ഇക്കാകെ 4 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതിൽ നിന്റെ റോഡിന് സ്ഥലം കൊടുത്താ അപ്പുറത്ത് കക്കൂസ. ഒരു കിണർ പിന്നെ ഞാനവിടെ കുത്തും. ഞങ്ങൾ കുറെ അങ്ങളുള്ളത് അവിടെ. ഹംസ പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷേ റോഡ് ഒരു അത്യാവശ്യ കാര്യമാണ് അതിനും. ഹംസയുടെ പുറകിലുള്ള സ്ഥലം ആരുടേതാണ്? അത് കേളുകാരുടെ സ്ഥല. കേളുവിൻ്റെതാണോ? ഹംസയ്ക്ക് ഈ വിട്ടുകൊടുക്കുന്ന സ്ഥലം വീടിന്റെ പിന്നെ കിട്ടിയാൽ പോരെ? അതിന്റെ വില എന്താന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം കേളുവിന്. എന്താ ഹംസേ, അതുപോലെ അത് മതി. ഞാനിത് കേളുവിനോട് പറഞ്ഞ് ഹംസയ്ക്ക് വാങ്ങിത്തരാം. നാളെ തൊട്ട് നമുക്ക് റോഡിന്റെ പണി തുടങ്ങാം. ഹംസയും കൂടെ കൂടണം. ഇത് നമ്മുടെ നാടിന്റെ നന്മയ്ക്കാണെന്ന് കരുതുക. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. ഇല്ല ഉറപ്പദ്ദേഹം, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല. എന്നാ പിന്നെ അങ്ങനെ തന്നെ നമുക്ക് നാളെ കാണാം. പോവാ. മല പോലെ വന്ന പ്രശ്നം എലി പോലെ പോയില്ലേ? നാട്ടുകാരുടെ പ്രശ്നം തീർക്കാൻ ബഹുഗമന. പക്ഷേ എന്ത് പക്ഷേ? ഞാൻ പറഞ്ഞതിനെ കൊണ്ട് എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. നാട്ടുകാരോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു അംശം മക്കളോട് കൂടെ കാണിച്ചൂടെ? ഈ പട്ടാളിച്ചിട്ടെന്റെ കടുപ്പോ ഒന്ന് കുറച്ചുകൂടെ? മക്കളെ ഞാൻ സ്നേഹിക്കണില്ലെന്ന് ആരാ പറഞ്ഞ്? അത് ചുണ്ടുമേത്തേക്കണ ചായം പോലെ കാണിച്ചു നടക്കാനൊന്നും എനിക്കറിയില്ല. എൻ്റെ മക്കൾ എന്നെ വിട്ട് പിരിയുന്ന എനിക്കിഷ്ടമല്ല. തറവാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കാണുന്നത് മനസ്സിനൊരു വലിയ സുഖ. പാടിനെ കേട്ടാലല്ലേ പാട്ടുകാരനാന്ന് പറയാം, അല്ലാതെ മനസ്സിൽ പാടിയ പാട്ടുകാരനാന്ന് പറയും. ആ എല്ലാവരും ഉണ്ടല്ലോ. നമസ്കാരം. ഞങ്ങൾ കുറുപ്പദ്ദേഹത്തെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കുന്നു. പറയടപ്പ് തുടങ്ങണ്ടേ? ഇപ്രാവശ്യത്തെ പറയെടുപ്പ് അവിടുത്തെ തറവാട്ടിൽ നിന്ന് തുടങ്ങുന്നത്. തുടക്കം ഐശ്വര്യ തറവാടെന്നാവണ്ടേ, അതുകൊണ്ടാ. ഓ എന്നാ അങ്ങനെ ശരി. ആ ശരി. അവക്കെന്തോ പറ്റിയെന്ന് കേട്ട് കരയാണത്രേ. അമ്മയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഈ കുടുംബത്തിന് അപമാനം വരുത്തി വെച്ച് അവക്ക് വേണ്ടി കരയാൻ നാണമില്ലേ? ഇനി ഈ കുടുംബത്തിൽ ആരെങ്കിലും അവളുടെ പേര് പറഞ്ഞാ അപ്പൊ ഞങ്ങളുടെ സ്വഭാവം മാറും. അവൾ എന്റെ മോളാടാ. മോളാണത്ര മോള്. അന്ന് കൊല്ലാൻ പറ്റിയില്ല രണ്ടെണ്ണത്തിന്. ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ പെട്ടാലും ഞങ്ങളത് ചെയ്യും. അതിനാരും തടുത്തിട്ട് കാര്യമില്ല. ഏട്ടാ വിടരുത് അവരെ. അവറ്റകൾ എവിടെയാണെങ്കിലും ശരിയാക്കണം. നിങ്ങൾ കത്തിയും കൊടുപാടൊന്നും എടുക്കണ്ട. അവരെ
എവിടെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. കാലത്ര കഴിഞ്ഞിട്ടും നിങ്ങളെ മനസ്സിലെ പകയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ. ഇന്നെന്തേ വിലാസിനി അമ്മയ്ക്ക് പറ്റിയത്? നേരത്തെ കയറി കിടന്നല്ലോ. മകളെ ഓർത്തുപോയി അല്ലേ? മക്കള് തെറ്റ് ചെയ്താലും രക്ഷിതാക്കളാണോ ക്ഷമിക്കുക? അങ്ങനെ ക്ഷമിക്കാവുന്ന തെറ്റാണോ അവള് നമ്മളോട് ചെയ്തത്? ആണോന്ന് ആറ്റുനോറ്റ് വളർത്തി സ്നേഹം വാരി കോരി കൊടുത്തു. എന്നിട്ട് എന്തുണ്ടായി? നമ്മളെയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവൾ ഏതോ ഒരു അന്യജാതിക്കാരൻ്റെ കൂടെ പോയില്ലേ? അവളെ വരുത്തി വെച്ച നമ്മുടെ മനസ്സിൽ മുറിവ് ഇനിയൊട്ട് ഉണങ്ങാനും പോകുന്നില്ല. പടിയടച്ച് പിണ്ണം വെച്ച ആ അടഞ്ഞ അധ്യായം ഇനിയോട്ട് തുറന്നു വായിക്കാനും നിൽക്കണ്ട. ഇല്ല, തുറന്നു വായിക്കണില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഞാനൊരു അമ്മയാണ്. ഒരമ്മയുടെ വേദന മനസ്സിലാക്കണം. ഹലോ ദാസേട്ടാ, ചായ എടുത്ത് വെച്ചിട്ടുണ്ടേ, വന്നില്ലെങ്കിൽ ചൂടാറൂട്ടോ. ഞാനിത് വരുന്നു. എന്താടാ, ചായക്ക് എല്ലാം പറഞ്ഞോ? അടുക്കളയിൽ നിന്ന് ഇവിടെ വരെ ഒന്ന് പറയാൻ വയ്യ അല്ലേ? വെറുതെയല്ല അച്ഛനോടൊന്ന് പറയുന്നത്. അമ്മേ, അച്ഛനവിടെ? അച്ഛനും ചങ്കുണ്ണിയേട്ടനും ചെർപ്പുളശ്ശേരിക്ക് പോയതാ. എന്താ? അമ്മേ, എനിക്കൊരു 100 രൂപ തരുമോ? ഒരു സ്ഥലം വരെ പോവാനുണ്ട്. നീ ഇങ്ങനെ ചോദിക്കുമ്പോൾ കാശെടുത്ത് തരാൻ എൻ്റെ അടുത്ത് എവിടുന്നാ? വാ. രാമ 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 പാഹിമ, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. രാമ 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 പാഹിമ, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. രാമ 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 പാഹിമ. ഇത്ര വൈകിയതെന്താ? രാമപാദം ഉച്ചയ്ക്ക് വരാന്ന് പറഞ്ഞല്ലേ പോയത്? വല്ലാതെ തളർന്നിരിക്കുന്നല്ലോ, എന്താ പറ്റിയേ? ഒന്നുമില്ല, ഒരു വയ്യായ. കുടിക്കാൻ എന്തെങ്കിലും എടുത്തോ? എന്തു പറ്റി? ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലടോ. ആ കുട്ടിയെ പറ്റിയുള്ള ചിന്ത ആകെ തളർത്തി കളഞ്ഞു. തളർന്നിട്ട് കാര്യമില്ലല്ലോ. ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, അതേ ഒരു നിവൃത്തിയുള്ളൂ. ഇക്കാര്യം മൂന്നാമതൊരു ചെവിയിലെത്താൻ പാടില്ല. പാവം വിലാസിനെ അറിഞ്ഞാൽ അവൾക്ക് ഇതൊന്നും താങ്ങാൻ പറ്റില്ല. വണ്ടി നല്ല കണ്ടീഷനാ, അധികം ഓടി തേഞ്ഞിട്ടൊന്നുമില്ല. 25,000 രൂപ അഡ്വാൻസും കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി തട്ടിക്കൂട്ടിയ നമ്മളെ കയ്യിൽ ഒരു 50,000 രൂപ കൂടി കാണും അല്ലേ? ആഹാ, നമ്മുടെ പണം അവിടെ നിൽക്കട്ടെ. അച്ഛൻ്റെ അടുത്ത് പൂത്ത കാശുണ്ടല്ലോ, അത് വാങ്ങും. അച്ഛനോട് എങ്ങനെയാ ചോദിക്കാന്നാ? ഓ, അച്ഛനോടുള്ള സ്നേഹം സത്യയുടെ മറ്റേ 3 പേരെയും കണ്ടുപിടിക്കും. അവർക്ക് ഈ സിമ്പതിയൊന്നുമില്ലല്ലോ. മക്കൾ ആഗ്രഹം നടത്തി കൊടുക്കാറുള്ളത് അച്ഛന്മാരെന്നെയാ. പിന്നെ ഇത് അവരാരും അറിയണ്ട. അവർക്കൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ കാണും. അപ്പോ അച്ഛനോട് ചോദിക്കാല്ലേ? അച്ഛാ, ഞങ്ങളുടെ ഓഫീസിൽ എല്ലാവർക്കും കാണുന്നുണ്ട്.
എനിക്ക് മാത്രം ഇല്ലാത്തതുള്ളൂ. അതിന് ഞാനൊരു കാറ് നോക്കി വെച്ചിട്ടുണ്ട്. ഓ, അതിന് 1,00,000 രൂപ വേണം. 1,00,000 രൂപയോ? എന്താ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ ചോദിക്കുമ്പോൾ എടുത്തു തരാൻ? ഇക്കണ്ട മുതലൊക്കെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. മക്കളൊക്കെ ഉദ്യോഗസ്ഥരാ, പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ നിങ്ങളെ കൊണ്ട് കുടുംബത്തിന്? കിട്ടുന്ന കാശ് ധൂർത്തടിച്ച് കളയല്ലാണ്ട് കുടുംബത്തിന് എന്തെങ്കിലും തരുണ്ടോ? അവിടെ ധൂർത്തടിയൊക്കെ നിർത്തി സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശ് ഉണ്ടാക്കി കാറ് മേടിച്ചാൽ മതി. കടന്നു പാടുന്നു. നോക്കൂ, അച്ഛനെന്താ പറഞ്ഞത്? പണം തന്നോ? കാറിന്റെ ആവശ്യമില്ല, അത്രയും സ്വന്തം പണം ചേർത്ത് വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അതിന് അച്ഛൻ പറയണോ? ലോകത്ത് ഇങ്ങനൊരു അച്ഛൻ ഉണ്ടാവോ ഈശ്വരാ? ദുഷ്ടനാ. മക്കളെ സ്നേഹിക്കാൻ അറിയില്ല, വേണ്ടൊന്നും വാങ്ങിച്ചു കൊടുക്കുകയില്ല. ഇക്കണ്ട സ്വത്തൊക്കെ കെട്ടിപ്പിടിച്ച് കിടന്നോട്ടെ. അല്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ? കൊടുത്ത അഡ്വാൻസ് തിരിച്ചു ചോദിക്കണം. അതിനവര് തിരിച്ചു തരുമോ? എന്താ നീ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ചെറിയച്ഛ അച്ഛനോട് കാറ് വാങ്ങിത്തരാൻ പറഞ്ഞു. അച്ഛൻ കൂട്ടാക്കണില്ല. ഒരു സെക്കൻഡ് ഹാൻഡ് കാറിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അതിനി തിരിച്ചു കിട്ടുമില്ല. അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയില്ലേ? നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തും ഈ ചെറിയച്ഛൻ മേടിച്ചു തരും. മോൻ വിഷമിക്കണ്ട. നമുക്ക് പഴയ കാറ് വേണ്ട, പുതിയതൊരെണ്ണം നാളെ പോയി വാങ്ങാം. മോൻ സമാധാനമായിട്ടിരിക്കേ. ശരി. തരുന്ന പ്രശ്നമല്ല. അതെങ്ങനെയാ തന്ന അഡ്വാൻസ് തിരിച്ചു തരിക? ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ലല്ലോ കച്ചവടം നടക്കാഞ്ഞത്. ഈ കാറ് വേറെ 2-3 പേര് ചോദിച്ചാണ്. നിങ്ങൾ അഡ്വാൻസ് തന്നുകൊണ്ട് മാത്രമാണ് കൊടുക്കാഞ്ഞത്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ അങ്ങനെയാ? പ്രതീക്ഷിച്ച കാശ് കിട്ടിയില്ല, അതുകൊണ്ടാ. നിങ്ങൾ വേണമെങ്കിൽ സർവീസ് ചാർജ് എടുത്തോളൂ. എന്താ ഇപ്പൊ ചെയ്യാ? കുറുപ്പദ്ദേഹത്തിന്റെ മകനായി പോയില്ലേ? എന്താ പ്രശ്നം മുജീബേ? ഏയ്, മോന് കാർ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടുകൊണ്ട് കാര്യമായില്ലല്ലോ ചെറിയ. അച്ഛൻ പണം തരണ്ടേ? അച്ഛനല്ലേ തരാത്തുള്ളൂ, നിങ്ങൾക്ക് ചെറിയച്ഛനില്ലേ? ആ മുജീബേ, ഈ കാർ മോൻ ഇഷ്ടപ്പെട്ടു. അവൻ ഈ കാർ എടുത്ത് പോയിക്കോട്ടെ. ആ ചാവി അങ്ങോട്ട് കൊടുക്ക്. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ശരിയാക്കാൻ ഞാനും ദാസും ഇവിടെ ഉണ്ട്. എന്താ, സമ്മതല്ലേ? സമ്മതമാണ്. നിങ്ങൾ പറഞ്ഞ പിന്നെ അതിനൊരു അപ്പീലും ഇല്ല. സത്യ, എന്തായാലും ഇങ്ങനെ ഒരു ചെറിയച്ഛനെ കിട്ടിയ നിന്റെ ഭാഗ്യമാ. ചെറിയ എന്താ ഇത്? നീ കാറെടുത്ത് പോടാ. നീ വാ. എന്തിനു ചെറിയച്ഛനുണ്ടല്ലോ കൂടെ. അതെ. അമ്മേ, ഞാൻ കാറ് വാങ്ങി. ശരിക്കും വാങ്ങിയോ? അതെ, വാങ്ങി. ഏടത്തിമാരെ, സത്യത്തെ കാറ് വാങ്ങി. ഇവിടെയുള്ള ആള് കാണട്ടെ. അധ്വാനിച്ച് വാങ്ങിക്കോളാനല്ലേ പറഞ്ഞത്? ദേ അച്ഛനകത്തുണ്ട്, കേക്കട്ടെ. സ്വന്തം മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയാത്ത അച്ഛൻ ഇക്കണ്ട മുതലൊക്കെ കെട്ടിപ്പിടിച്ചു തന്നെ കടന്നോട്ടെ. ആരത് വാങ്ങി തന്നത്? ഞങ്ങളുടെ ചെറിയച്ഛൻ. അച്ഛനെക്കാട്ടും 100 മടങ്ങ് സ്നേഹ ചെറിയച്ഛന് ഞങ്ങളോട്. ഏട്ടാ വാ. മരുന്നടിച്ചതിന് ശേഷം പാലിന് വല്ല മാറ്റം ഉണ്ടോ ഗോപാല? നല്ല മാറ്റമുണ്ട് കുറുപ്പദ്ദേഹം. ഏട്ടാ, എന്തിനാ മക്കളോട് ഇങ്ങനെ കർക്കശം കാണിക്കുന്നത്? കുറച്ചെങ്കിലും സ്നേഹം കാണിച്ചൂടെ? അന്യ തറവാട്ടിലെ കുട്ടികളില്ലേ ഇവിടെ? എടാ, അവരെല്ലാവരും സമ്പാദിക്കുന്നവരാ. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? നാളേക്ക് വേണ്ടി എന്തെങ്കിലും കരുതുന്നുണ്ടോ അവര്? കിട്ടുന്ന പൈസ മുഴുവൻ ധൂർത്തടിച്ച് കളയുക. ഗോപിക്കും ദാസനും പെൺമക്കളാ. നാളെ അവരെ ഇറക്കി വിടണ്ടേ? അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ അവര്? മക്കൾ അങ്ങനെയാന്ന് വെച്ചാൽ വന്ന മരുമക്കൾ അതിലും കയറും. ഞാനിങ്ങനെ വാ തോരാതെ പറയുന്നത് അവര് നന്നാവാൻ വേണ്ടിയിട്ടാ.
കുറേ അങ്ങനെ അങ്ങോട്ട് പറയുമ്പോൾ എന്നോടൊരു വെറുപ്പും വാശിയൊക്കെ ഉണ്ടാകും. ആ വാശിയിൽ അവർ നന്നാവും ചിലപ്പോൾ. അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാ, അല്ലാതെ അവരോട് ദേഷ്യമൊന്നും എനിക്കില്ല. ഇന്ന് ശങ്കുണ്ണി വന്നില്ലേ? അയാൾ ആ പാടത്തുണ്ടാവും. ഒന്ന് ഇവിടം വരെ വരാൻ പറയൂ. ശരി. ഞാനിന്ന് റിയാലിറ്റി ഷോയിലെ നിതിന് 4 SMS അയച്ചു. ദേ നിങ്ങളും കൂടെ ഒരു SMS അയക്കണേ. ചേച്ചി അവനൊട്ടും പാടാൻ അറിയില്ല. അവൻ ആ സൗന്ദര്യം മാത്രമേ ഉള്ളൂ. പാടാൻ അറിയുന്നവർക്കല്ലേ SMS അയക്കുക. കുറച്ചൊക്കെ സൗന്ദര്യത്തിനും SMS അയക്കാം. ഈശ്വര, 1 കോടിയുടെ ഫ്ലാറ്റ് അവന് കിട്ടിയാ മതിയായിരുന്നു. ഓ എനിക്ക് അതല്ല സങ്കടം. ഇനി ഈ ശനിയും ഞാനിവിടെ കഴിയണല്ലോ എന്ന് ആലോചിച്ചിട്ടാ. അല്ല, കഴിഞ്ഞ ദിവസത്തെ കണ്ണീർ പൂക്കൾ സീരിയൽ കണ്ടു വെച്ചി? ഇല്ല, എന്താ? ആ വർഗീസ് മുതലാളിന്റെ മോളില്ലേ ത്രേസ്യ കുട്ടി, അവളെ നെൽസന്റെ ബുക്കിൽ അവൻ അറിയാതെ കത്ത് വെച്ചിട്ടുണ്ട്. അതിനി വീട്ടിലെത്തി വായിച്ചാലത്തെ പുകിൽ എന്താണാവോ? എനിക്ക് ആകെ ടെൻഷൻ അടിക്കുന്നു. അയ്യോ, വന്നല്ലോ. ചേച്ചിമാരെ, ഈ ഭാവി മന്ത്രിയെ ആശീർവദിക്കൂ, അനുമോദിക്കൂ, ഇടയ്ക്കിടയ്ക്ക് പണം തന്ന് സഹായിക്കൂ. എടാ ചെക്ക, നിന്നെ നിന്റെ പാർട്ടിക്കാര് ഇറക്കാനാണോ പഠിപ്പിച്ചിരുന്നത്? ഏയ്, ഇനി ഇറക്കുന്ന പ്രശ്നമില്ല. ഞാൻ അച്ഛനോടെ എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചു തരാൻ പറയാൻ നടന്നത് തന്നെ. കരടി വാങ്ങി തന്നിട്ട് എന്റെ മോനെ ഓടിക്കൂല. ചെറിയച്ഛനോട് പറഞ്ഞാൽ ചിലപ്പോ നടന്നേക്കും. ഇക്കാര്യത്തിൽ ബഹുരമേശം വിജയിച്ചിരിക്കും. രമേശനോ? അതെന്താ? അതെ, ഈ നേതാക്കന്മാരുടെ പേരിന് മുന്നില് ബഹു എന്ന് ചേർക്കാറില്ലേ, അതും കൂടി കൂട്ടി പറഞ്ഞതാ. അയ്യടാ, സോറി, എനിക്ക് നിങ്ങളോട് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. അനുരാഗവിലോചനായി ആരാ അത്? രമേശനാ? ഇയാളൊന്നും ഇങ്ങോട്ട് വരിക. ഇയാളെ കണ്ടിട്ട് കുറെ കാലമായല്ലോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അച്ഛാ. ആ, നീ ആ കുട്ടിക്കിടം വക്കീലിനെ പോയി കണ്ടുവാ? പോയി, പക്ഷെ കണ്ടില്ല. അയാളെ വീട്ടിൽ കണ്ടില്ലെങ്കിൽ ചെന്ന് ഓഫീസിൽ കാണണം. കേസ് എന്നാ അവധിക്ക് വെച്ചെന്ന് അറിയണ്ടേ? അതിനിവിടെ ഇങ്ങനെ നിന്നാ മതിയോ? ഇതേ എന്റെ മാത്രം ആവശ്യമല്ല, ഈ കുടുംബത്തിന്റെ കൂടെയാ. ഒരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നാളായി ഞാൻ പറയുന്നു. ഓ, ബൈക്ക് എന്തിനാ ബൈക്കാക്കുന്ന? വിമാനായിക്കോട്ടെ. നിനക്ക് നിന്റെ നേതാക്കന്മാർക്ക് ഊരി വെച്ചാലോ? ഒരു രാഷ്ട്രീയക്കാരൻ വന്നേക്കണം. എടാ, ആദ്യം സ്വയം നന്നാവാൻ നോക്ക്, എന്നിട്ട് നാട് നന്നാക്ക്. അല്ലെങ്കിൽ നാട് നന്നാവില്ല, നീ നന്നാവില്ല. എടാ, 10-25 വയസ്സായില്ലേ? നല്ലൊരു ഡിഗ്രി സമ്പാദിച്ചിട്ടുണ്ടല്ലോ, ഒരു ജോലിയൊക്കെ നേടി കുടുംബമൊക്കെ ആയി നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. എന്നിട്ട് ബൈക്കോ കാളവണ്ടിയോ എന്ത് വേണമെങ്കിലും മേടിക്ക്. ഇപ്പൊ നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യ്. പിന്നെ ഊണ് കഴിക്കാൻ മറക്കണ്ട, അതെങ്കിലും കൃത്യമായിട്ട് നടക്കട്ടെ. ജീവിതം പരമസുഖം. പത്താഴം വെറും ചാക്കി കൂത്തും അമ്മ വയ്ക്കും, ഞാൻ ഉണ്ണും. അല്ലേ വേട്ടെ. അച്ഛൻ, അമ്മ കേട്ടില്ലേ അച്ഛൻ പറഞ്ഞത്? മക്കൾ അച്ഛനോടല്ലാതെ വേറെ ആരോടാ ചോദിക്കുക? എന്തു പറഞ്ഞാലും ഒരു പട്ടാളച്ചിട്ട മടുത്തു. ലോകത്തൊരച്ഛനും ഇങ്ങനെ ഉണ്ടാവില്ല. എത്രയും നല്ല ആൾക്കാരുണ്ടായിരുന്നു ഈ നാട്ടിൽ. എന്നിട്ട് ഇയാളെ തന്നെയാണല്ലോ അമ്മയ്ക്ക് കിട്ടിയത്. എന്താടാ നീ പറഞ്ഞത്? അച്ഛനെ പറ്റി ഇങ്ങനെയാ പറയാ? ദേ, വെറുതെ ഗുരുത്വദോഷം വരുത്തി വെക്കണ്ട. അച്ഛൻ നമുക്ക് നീ വാങ്ങിത്തന്ന സ്വത്തിന് കുറവ് വരില്ലേ? ഭൂതം നിധിയാക്കണത് കാക്കട്ടെ. അവസാന കാലത്ത് ആരും ഉണ്ടാവില്ല. അയ്യോ, അവസാന കാലത്ത് നിങ്ങൾ ആരും വേണ്ടായേ. നിങ്ങളോട്ട് നോക്കുകയും വേണ്ട. ഒന്നും മിണ്ടാതിരിക്കുന്നേ. കേട്ടില്ലടി നിന്റെ മക്കൾ പറയുന്നേ? അച്ഛൻ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അത്രേ. മൂക്കറ്റം 3 നേരം തിന്നാൻ തരുന്നുണ്ടല്ലോ. അത് മതി. ഈ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങൾ? എന്ന് ഉത്തരവാദിത്വം വരുന്നോ അന്ന് പരിഗണിക്കാം. അതിന് അച്ഛൻ്റെ ആട്ടത്തുപ്പ് കേട്ടിട്ടേ ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഞങ്ങൾ വാടക വീട്ടിലേ മാറുക. എന്നിട്ട് വേണം വാടക കൊടുക്കാൻ കഴിയില്ലാതെ നിന്നെയും നിന്റെ കുടുംബത്തിനെയും ആ വീട്ടുടമസ്ഥൻ കഴുത്തിന് പിടിച്ച് പുറത്തു കളന്ന് ഞാൻ കാണാൻ. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയൂടാ നിങ്ങൾക്കൊക്കെ. ഈ കുടുംബത്തിന് നാട്ടുകാരുടെ മുമ്പിൽ നല്ലൊരു പേരുണ്ട്, അതുകൂടി കളഞ്ഞു കുളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു കാര്യം ചെയ്യേ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം, അത്രയല്ലേ വേണ്ടൂ. അതിന് ഈ തറവാടിന്റെ ഓരോ ഭാഗങ്ങളും ഞാൻ നിങ്ങൾക്ക് വാടക തന്നിരിക്കുന്നു. സന്തോഷമായിട്ട് ജീവിച്ചോളൂ. ശങ്കുണ്ണി വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പക്ഷെ ഒരു കാര്യം, എല്ലാ മാസവും 1-ാം തീയതി കൃത്യമായിട്ട് വാടക തന്നിരിക്കണം.
തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ. എല്ലാരും എവിടെ പോയി കിടക്കാണ് ശ്യാമളെ? ഓയ്, എന്ത്? നിഷ, ആ പോന്നോട്ടെ പോന്നോട്ടെ പോന്നോട്ടെ, വരൂ വരൂ വരൂ. എന്നാ, ഗോപിയും കൊടുക്കും, സത്യനും കൊടുക്കും, ദാസനും കൊടുക്കും. പിന്നെ ചെറുക്കന്റെ പേരിന്റെ രമേശൻ, അവൻ വരുമ്പോ അവന് കൊടുത്തു. ഈ ബോർഡ് എന്തിനാ? പറഞ്ഞുതരാ മോളെ, ഈ ബോർഡ് നിങ്ങൾ റൂമിന്റെ പുറത്ത് ദാ ഇങ്ങനെ അടിക്കണം. വാടക വാങ്ങാൻ വരുന്നില്ലേ, എനിക്ക് തട്ടാൻ പാടില്ല. അല്ല, എന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ടാണ്. പിന്നെ റൂമിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. ഞങ്ങളുടെ മുറിയുടെ ജനൽപ്പൊളി മാറ്റണം. മാറ്റം മോളെ. കുട്ടിയോള് വളർന്നു വരിക, ബാത്റൂം വേറെ വേണം. ഇത്രയും കാലം പോയ മാതിരി അങ്ങോട്ട് പോയാൽ മതി, അതിന് പ്രത്യേക വാടകയില്ല. പിന്നെ കെന്റിന്റെ അടുത്ത് അലക്കാനുള്ള കല്ലുണ്ട്, അടിച്ചലക്കി തുണി കീറിയാലും വേണ്ടില്ല, കല്ല് പൊട്ടിക്കരുത്. അടുക്കളയിൽ ഇപ്പോഴുള്ള അടുപ്പ് തൊടരുത്. പിന്നെ നിങ്ങൾക്കുള്ള സാധനങ്ങൾ നിങ്ങൾ തന്നെ വാങ്ങാം. ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിൾ ഉണ്ട്, വൃത്തിയാക്കണം. ഇതാണ് നിബന്ധനകൾ. പിന്നെ വാടകന്റെ കാര്യം, ഞാനാണ് വാടക വാങ്ങാൻ വരിക. നിങ്ങൾ വാടക തരാൻ വൈകിയാല് അങ്ങനെ തന്നെ പുളിച്ച തെറി പറയും. ഞാനത് പലിശന്റെ പലിശയും കൂട്ടി ഞാൻ നിങ്ങളോട് പറയും. അതുകൊണ്ട് 1-ാം തീയതി കറക്റ്റ് ആയിട്ട് വാടക തരണം. ഇത്രയോ ഉള്ളു നിബന്ധനകൾ. ഞങ്ങൾക്കുണ്ട് നിബന്ധനകള്. അതെന്താണാവോ? ഞങ്ങളെ വാടക തന്നിട്ടാ ഇവിടെ താമസിക്കുന്നത്. വല്ലാതെ കയറി ഭരിക്കാൻ ആരും വരണ്ട. അത് നമുക്ക് ശ്രമിക്കാം. തോന്നിയാസി. എടാ സത്യ, ഇതൊന്ന് കയറി പിടിക്കടാ. എന്തിനാ ഏടത്തി വിഷമിക്കുന്നേ? എനിക്കിപ്പോ പേടി ഏട്ടൻ പുതിയ മീറ്റർ വയ്ക്കുമെന്നാ. ഏടത്തിമാരെ വരുന്നുണ്ട്. ഉറക്ക വെച്ചോ, ഉറക്ക വെച്ചോ, ഉറക്കെ. ഞാനുണ്ട്. ഒരു വെണ്ണിൽ ചങ്ങടി ഒന്ന് നിർത്താൻ പറയണോ? അത് ഒതുക്കി പിടിച്ചാ കേക്കുവോ? അവരോട് നിർത്താൻ പറ. ഇങ്ങനെ തോന്നിയ ദിവസം കാണിച്ചാൽ ഞാൻ കറണ്ട് ബില്ല് കൂട്ടുന്നു പറയാ. പൂരപ്പറമ്പ് പോയവരുണ്ടല്ലേ? അത് ഞാൻ തന്നെ നിർത്താൻ പറഞ്ഞു കേട്ടില്ല. ആരാ അവിടെ പൊട്ടന്മാരില്ലേ? നിർത്ത. അല്ല, ആർക്കും അവിടെ കാത് വെക്കാത്ത? ഇവിടെ നിങ്ങളുടെ കാതിന്റെ തോട്ട അറിഞ്ഞോ? ഞങ്ങൾ വാടക താമസിക്കുന്നവരല്ലേ, അപ്പൊ ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ആയിക്കോട്ടെ മോളെ, ആയിക്കോട്ടെ മോളെ. ഇതുവരെ ബില്ലിന്റെ ചാർജ് എടുത്തിട്ടില്ല. ഇനി അത് ചോദിക്കാം. ഇന്നലെ തന്ന ചീട്ടിൽ ഒരു 200 രൂപ വിട്ടുപോയിട്ടുണ്ട്. അത് ചേർത്തില്ലേ? ഇല്ല, എന്നോട് പറഞ്ഞില്ലല്ലോ. ആ, എന്നാൽ ഇതിൽ ചേർത്ത് എഴുതിയാൽ മതി. ആ ബുക്കിൻ്റെ ഒരു ഭാഗം വിട്ട് മക്കളുടെ വീട്ടുവാടക എഴുതാൻ മാറ്റി വെച്ചോളൂ. വാടക എന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഒറ്റയ്ക്ക് താമസം തുടങ്ങിയപ്പോൾ മക്കള് നല്ല സന്തോഷത്തിലാ. വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവര് വാങ്ങി. ഒറ്റയ്ക്ക് താമസം തുടങ്ങിയാല് എല്ലാവർക്കും മാറ്റണ്ടാവില്ലേ? ഇപ്പോഴത്തെ തലമുറയ്ക്ക് കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന ഇഷ്ടമല്ല, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇഷ്ടം. ആ, എങ്ങനെയായാലും ജീവിക്കാൻ പഠിച്ചാൽ മതി. പക്ഷേ ഞാനാണിപ്പോ ഒറ്റപ്പെട്ടത്. എനിക്ക് ആരുമില്ലാത്ത പോലെയായി. എനിക്കറിയാം നിന്റെ വിഷമം. നിനക്ക് സഹായത്തിന് ഞാനൊരു കുട്ടി അന്വേഷിക്കുന്നുണ്ട്. ആ, ഞാനൊന്ന് നടു നിർത്തട്ടെ. നീ കിടക്കണില്ലേ? നിങ്ങൾ കിടന്നോളൂ, ഞാനിത് എഴുതിയിട്ടേ കിടക്കുന്നുള്ളൂ. ഇന്ന്
ചേച്ചിക്ക് എന്താ കൂട്ടാൻ? ഞങ്ങൾക്ക് പരിപ്പും ചീര. ഇന്ദു, നിങ്ങൾക്ക് എന്താ കറി? ഞങ്ങൾക്ക് പട്ടാണിക്കടലോണ്ടേ ഒരു മസാലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നാളെ ഗോപിയേട്ടനോട് നല്ല കഷ്ണം മീൻ കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരാൻ പറയണം. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പം കൂട്ടിയതാ, ഇപ്പൊ കൊത്തിയായി. അതിനിവിടെ മീൻ വാങ്ങിയ അച്ഛൻ വഴക്ക് പറയില്ലേ? എന്തിനാ വഴക്ക് പറയുന്നത്? നമ്മളിവിടെ വാടകയ്ക്കല്ലേ താമസിക്കുന്നത്. വാടകക്കാർക്ക് അവരുടെ ഇഷ്ടത്തിന് താമസിക്കാം. അത് തന്നെ, ഒരു കണക്കിന് വാടക ഒന്ന് നന്നായി. ആരുടെയും വീർത്ത മുഖം കാണണ്ടല്ലോ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും വാടക കുറച്ച് കൂടുതലല്ലേ. ഇനി രമേശന്റെ കല്യാണം കൂടി ആയാല് നമുക്ക് എല്ലാവർക്കും വേറെ വീട് വെച്ച് മാറായിരുന്നു. അതൊന്നും അടുത്ത കാലത്ത് നടക്കൂല മോളെ. അച്ഛൻ പണം തന്നിട്ട് നിങ്ങളാരും വീട് വെക്കില്ല. അമ്മയ്ക്ക് ഭക്ഷണം കാലായോ? ഇല്ല. ആ, ചേച്ചി തൊഴുത് കഴിഞ്ഞോ? എന്താ കണ്ണ് കലങ്ങിയിരിക്കുന്നേ? ഒന്നുമില്ല, മനസ്സിന് ഭയങ്കര സന്തോഷ. അറിഞ്ഞില്ലേ, അച്ഛൻ മക്കൾക്ക് വീട് വാടകയ്ക്ക് കൊടുത്തു. സാരല്ലേ ചേച്ചി, അവർ നന്നാകാൻ വേണ്ടിയിട്ടല്ലേ ഏട്ടൻ ഇതൊക്കെ ചെയ്യുന്നത്. മക്കൾ നന്നാവാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? അച്ഛൻ്റെയും മക്കളുടെയും പോരിനിടയിൽപ്പെട്ട് എനിക്ക് മതിയായി. ഞാനിപ്പോ ഒറ്റപ്പെട്ടു പോയി. സാരമില്ലെന്നേ, ഒക്കെ ശരിയാവും. പൊയ്ക്കുള്ളൂ, ഞാൻ പിന്നീട് ഒരിക്കൽ വരാം. അച്ഛമ്മേ, അമ്പലത്തിൽ പോയപ്പോ ഞങ്ങളെയും കൂടി വിളിച്ചുവിടായിരുന്നോ? അടുത്ത പ്രാവശ്യം പോകുമ്പോ കൊണ്ടുപോവാട്ടോ. നിർത്ത്. കുറുപ്പ് അദ്ദേഹത്തിന്റെ വീടല്ലേ? അതെ. അദ്ദേഹം ഇവിടെ ഉണ്ടോ? ഇല്ല. മാഷേ, നിങ്ങളിവിടെ എത്തിയില്ലേ? ഞാൻ കവലെ നിങ്ങളും കാത്തിക്കേനി. ഒന്ന് കണ്ണു വെച്ചപ്പോഴത്തെ ഓട്ടോ പോയി. നടക്കല്ലേ? വാ മോളെ. എന്താണ് എല്ലാരും ഇങ്ങനെ മിഴിച്ചിക്കണ്? ഓഹോ, ഇതാരാണെന്നല്ലേ? ഇതാണ് സുകന്യ. വിലാസിനമ്മക്ക് സഹായത്തിന് ഒരു കുട്ടി വേണമെന്ന് പറഞ്ഞില്ലേ? അതിന് കുറുപ്പാത്തിയ നേരിട്ട് അയച്ച കുട്ടീനെ. എന്നാലേ കുട്ടീനും കുട്ടി അത്തേ പോയിക്കോളൂ. എന്നിട്ട് അവക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ചെല്ലു മോളെ. നമസ്കാരം. കുട്ടീനെ വീട്ടിലാക്കി. കുറുപ്പേ, പഠിക്കാൻ വെറും ഇടിക്കാണ് കുട്ടി. എല്ലാ ക്ലാസ്സിലും റാങ്ക് വാങ്ങിയ കുട്ടിയാണ് അവള്. നിങ്ങൾ അവളെ പഠിപ്പിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് അവൾ ഇവിടെ ജോലിക്ക് വന്നിട്ടുള്ളത്. അവളെ ഞാൻ പഠിപ്പിക്കും. ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അവളെ ദൂരെ എവിടെയെങ്കിലും വിട്ട് പഠിപ്പിക്കണം. എൻ്റെ മോള് പഞ്ചാബിലാണ്, അറിയാലോ. ഈ കുട്ടിക്ക് നല്ല റാങ്ക് ഉള്ളതുകൊണ്ട് അവിടെ സീറ്റ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാനൊന്ന് ശ്രമിച്ചാലോ? ശ്രമിച്ചു നോക്കും മാഷേ, അതാ ഒന്നും കൂടി നല്ലത്. ഇവളുടെ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളും ഓർഫനേജിലുണ്ട്. ഞാൻ അതിൻ്റെ കോപ്പി എടുത്ത് മകൾക്കൊന്ന് അയച്ചു കൊടുക്കട്ടെ.
അവളുടെ വിവരം വന്നാൽ ഉടനെ ഞാൻ ഇങ്ങോട്ട് വരാം. അങ്ങനെയാവട്ടെ മാഷേ. എന്നാ ശരി. ഓ ശരി. ഇന്ദു, ഓ ഇവക്ക് റാങ്ക് കിട്ടിയിത്രേ. റാങ്ക് ആയിരിക്കില്ല, ടാങ്ക് ആയിരിക്കും. നീ എന്താ കുട്ടികളുടെ അടുത്ത് നുണ പറയാ? വേലക്കാരി പെണ്ണിന് റാങ്ക് എന്ന് എഴുതാൻ അറിയോന്ന് ചോദിച്ചോക്കെ ചേച്ചി. കുട്ടിയെ അവര് പേടിപ്പിച്ചോ? അവരൊന്നും വാടകക്കാരല്ല, ഞങ്ങളെ മക്കൾ തന്നെയാ. മക്കൾക്ക് ഉത്തരവാദിത്തം വരാൻ വേണ്ടി അച്ഛൻ മക്കൾക്ക് തന്നെ വീട് വാടകയ്ക്ക് കൊടുത്തതാ. ആ ദേഷ്യ കുട്ടിയോട് കാണിക്കുന്നത്. മോളൊന്നും വിചാരിക്കണ്ട, പോയി കിടന്നോളൂ. അമ്മേ, എന്താ ചേച്ചി നിങ്ങളെ പണി ഇനിയും തീർന്നില്ലേ? കുറച്ചു നേരം ടി വി കണ്ടു. ഒറ്റയ്ക്കായപ്പോ പാചകവും മറ്റു പണികളൊക്കെ ഉച്ചയാകുമ്പോഴേക്ക് കഴിയും. പിന്നെ എത്ര സമയം നമുക്ക് കിട്ടണതല്ലേ? അത് ശരിയാ, ഒന്നിച്ചുള്ളപ്പോ എത്ര ചെയ്താലും തീരില്ല പണി. എന്തായാലും അമ്മയ്ക്ക് നല്ല സങ്കടം. ഇങ്ങനത്തെ ഭർത്താക്കന്മാരുണ്ടായാലേ ഭാര്യമാര് കണ്ണീര് കുടിക്കും. എടി, നിന്റെ പേരെന്താ? സുകന്യ. ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞാ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം. അതിനുള്ള കൂലി തരാം. എന്താ ചെയ്തൂടെ? എനിക്ക് പറ്റില്ല, പണി കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കണം. എന്താ അവളുടെ ഒരു ഗമ. അച്ഛൻ തലേ കയറ്റി വെച്ചിരിക്കല്ലേ വേലക്കാരീനെ. ഇതാരാ? കയറിയിരിക്കൂ. നിഷേ, ദാ അച്ഛൻ വന്നിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങള്? അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. വിശേഷങ്ങളൊക്കെ എവിടെയല്ലേ? സ്വന്തം മക്കൾക്ക് തന്നെ വീട് വാടക കൊടുക്കുക, ഇങ്ങനെയൊക്കെ വേറെ എവിടെയെങ്കിലും നടക്കണുണ്ടോ? കുറുപ്പദ്ദേഹം ഇത്ര ദുഷ്ടനാവാൻ പാടില്ല. നിഷയുടെ അച്ഛ, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? വിലാസിനെ അമ്മയെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. എനിക്കുണ്ട് 4-5 മക്കള്. അവരോടൊന്നും ഞാനിങ്ങനെ കാണിക്കില്ല. ഇവരൊരധിക പറ്റായിട്ടുണ്ടെങ്കിൽ പറയാ, ഞാൻ എന്റെ കുട്ടികളെ കൊണ്ടുപോയിക്കോളാം. അച്ഛാ, അമ്മയൊന്നും പറയണ്ട, അകത്തേക്ക് വരൂ. വരൂ അച്ഛാ. ഇങ്ങോട്ട് വന്നോളൂ. എന്റെ മേലേക്ക് ചാഞ്ഞോളൂ. ശങ്കുണ്ണി, എനിക്ക് അത്രയ്ക്ക് വലിയ അസുഖമൊന്നുമില്ലടോ. എന്നെ ഒരു രോഗിയാക്കുകയാണെന്ന് നിങ്ങളെല്ലാവരും കൂടി. സൂചി അടിച്ച് കയറ്റിയത്, അതിന്റെ ക്ഷീണം കാണൂലേ? അച്ഛാ, എനിക്ക് വണ്ടി ഓടി വാടക വേണം. മോനെ, എന്താ നീ ചോദിച്ചത്? അതെ അമ്മേ, എനിക്കിങ്ങനെ ഓടിക്കിട്ടിട്ട് വേണം എൻ്റെ വീട്ടു വാടകയും കുടുംബച്ചെലവൊക്കെ നടത്താൻ. മിടുക്കൻ, എന്തിനാടി നീ കരയുന്നേ? ഇപ്പോഴാ നീ എൻ്റെ മകനായത്. ചെങ്കുണ്ണി, പണം എടുത്തു കൊടുക്ക. എത്ര വാടക? 150 ഉണ്ട്. ഇവിടേക്ക് 250 വാടക. 100 കൂടി ഉണ്ട്. ഈ പോക്ക് പോയാ ആ പെണ്ണിവിടെ ഭരിക്കും. അത് ശരിയാ, അച്ഛന് സ്വന്തം മക്കളെ കണ്ടൂടാ. എവിടുന്നോ വന്നോളോട് എന്തൊരു സ്നേഹ. അതന്നെ, എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് ഓടിക്കണം. അതിനൊരു ബുദ്ധി പറയും. എവിടെയാ എല്ലാരും? ഒന്നിങ്ങ് വരൂ. ആ വേലക്കാരി പെണ്ണോട് നിസ്കരിക്കുന്നു. നിസ്കരിക്കേ? സുകന്യ നിസ്കരിക്കേ? വാ, നമുക്ക് നോക്കാം.
വാടി ഇവിടെ. എന്താ ഇവിടെ ഇവിടെ ഒന്നോ കേറി വന്ന ഇവളെ ആരെന്തോ എന്തെന്നോ നോക്കാതെയല്ലേ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്. അച്ഛനൊരു സത്യമോ? ഇവളൊരു മുസ്ലിമാ. എന്നാ ആര് പറഞ്ഞു? ഞങ്ങള് കണ്ടതാ ഇവളിവിടെ നിസ്കരിക്കുന്നത്. കണ്ട അലപരാധികളൊന്നും ഇവിടെ നിർത്താൻ ഞങ്ങൾ സമ്മതിക്കൂല. ഇപ്പൊ ഇറക്കി വിടണം അവളെ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല, സമ്മതിക്കില്ല ഞങ്ങള്. അതിനാർക്ക് വേണോടാ നിങ്ങളുടെ സമ്മതം? ഞാൻ ചോദിച്ചോ? എൻ്റെ ഭാര്യയെ നോക്കാനും സഹായിക്കാനും ഞാൻ ഈ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നത്. അവൾ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിം ആണോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ഇവളൊരു മനുഷ്യ സ്ത്രീയാ, എനിക്കത് മതി. ഉള്ള സ്ഥലത്ത് അവളുടെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കാൻ അവൾ സമയം കണ്ടെത്തിയില്ലേ? അതിനവളെ പ്രശംസിക്കുക വേണ്ടത്. നിസ്കരിച്ചു അത്രേ. നിനക്ക് കുരിശ് വരച്ച് പ്രാർത്ഥിക്കണോ? പ്രാർത്ഥിച്ചോ. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് പവിത്രമായിരിക്കണം, എന്നാലേ ദൈവം കേൾക്കൂ. അതുണ്ടോ നിങ്ങൾക്ക്? മോളെ ഇവിടെ വരൂ. നിന്നെ ഞാനാണ് ഇവിടെ കൊണ്ടുവന്നത്. മോളൊന്നും കൊണ്ടും പേടിക്കണ്ട, നീ അതേക്ക് വെക്കൂ. ശങ്കുണ്ണി, ഇന്ന് എത്രയാ തീയതി? ഇന്ന് 1-ാം തീയതി അല്ലേ? വാടക വാങ്ങേണ്ട ദിവസമല്ലേ? ആ, എന്നാ അവന്മാരോട് വാങ്ങ്. മാറേക്കടാ. എന്താടോ ചോറുപ്പേ? ശങ്കുണ്ണി, എന്താടോ ഇത്? നേതാവിന്റെ അടുത്ത് പൈസ ഇല്ല വാടക തരാൻ. വാടകയ്ക്ക് താമസിക്കാൻ വലിയ വാശിയായിരുന്നല്ലോ. അപ്പൊ വാടക തരാനും ആ മിടുക്ക് കാണിക്കണ്ടേ? വെള്ളയും വെള്ളയിട്ട് പടി പോലെ നിൽക്കുക. അവന്റെ വാടക എന്റെ കൈ തന്നിരുന്നു. ഓ ശങ്കുണ്ണി, ഇപ്പൊ വിലാസിനി അമ്മയും വാടക വാങ്ങാൻ തുടങ്ങി. അപ്പോഴേ വിലാസിനി അമ്മ വാടക വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ശങ്കുട്ടി വാങ്ങിക്കോളും. എന്നാ വാ മോനെ. ആ ചെല്ലേ ചെല്ലേ. ഏടെ ഏടെ ഊണൊക്കെ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ടാ പഠിക്കുന്നത്. അത് സാരില്ല. മോളെ ശരിക്കുള്ള പേര് സുകന്യ എന്നല്ലാന്ന് എനിക്കറിയാം. മോൾ എവിടുന്നാ വരുന്നത്? എൻ്റെ ശരിക്കുള്ള പേര് ലെനാന്ന. ഞാനൊരു അനാഥയാ. 3 മാസം മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ട് എൻ്റെ ഉമ്മയും ബാപ്പയും മരിച്ചു. ഇപ്പം ഞാനൊരു ഓർഫണേജിലാ. ഇവിടുത്തെ അച്ഛൻ പഠിപ്പിക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ടാ ഞാനിവിടെ ജോലിക്ക് വന്നത്. എനിക്ക് പഠിക്കണം, അതെൻ്റെ ഒരു ആഗ്രഹം. എന്നെ പഠിപ്പിക്കോ? മോള് കരയണ്ട. ഇവിടുത്തെ അച്ഛനോട് മോളെ പഠിപ്പിക്കാൻ ഞാൻ പറയാം. ഇനി ഇവിടുത്തെ പകുതി പണി ഞാൻ കൂടെ ചെയ്തോളാം. ബാക്കി നേരം കുട്ടി പഠിച്ചോളൂ. ആ മാഷോ നമസ്കാരം. ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പൊ നിങ്ങൾ പാടത്തുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് പോന്നു. ആ അത് നന്നായി. എൻ്റെ മോളെ വിളിച്ച് ചോദിച്ചോ? ചോദിച്ചു. അവളിപ്പം നാട്ടിലുണ്ട്. അവൾ അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടാ വന്നത്. അഡ്മിഷനും ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ പണം കുറച്ച് ചിലവാകും. ഇവളുടെ സർട്ടിഫിക്കറ്റും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടിക്ക് മെറിറ്റിൽ പരിഗണന ഉണ്ടെങ്കിലും സീറ്റ് കിട്ടാൻ ചുരുങ്ങിയത് 8 ലക്ഷമെങ്കിലും കെട്ടണം. പിന്നെ മറ്റു ചിലവുകൾക്കൊക്കെ വേറെയും വേണം. താമസം പിന്നെ എൻ്റെ മോളുടെ കൂടെ ആവാം. അവർക്കവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട്. 4 വർഷമല്ലേ, അതൊക്കെ ഇതാ എന്ന് പറയുമ്പോഴേക്ക് തീരും. അപ്പോൾ 4 വർഷം ഇനി പേടിക്കാനില്ല. മാഷേ, എൻ്റെ മോള് ബുദ്ധിമുട്ടരുത്. ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പം 2 ദിവസം കൊണ്ട് പണം DD എടുത്ത് അയക്കണം. ശനിയാഴ്ച മോള് പോവും. അവളുടെ കൂടെ കുട്ടിയും പോയിക്കോട്ടെ. വെള്ളിയാഴ്ച തന്നെ അവളെ വീട്ടിലേക്ക് അയക്കണം. എന്താ ഞാൻ പറഞ്ഞു? ശരി ശങ്കുണ്ണി, പണം കുറച്ചൊന്നും പോരല്ലോ.
ഒരു 5 വരെ നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷെ അത് പോരാ. നമുക്ക് ആ പീഡിയ മുറിയുള്ള സ്ഥലം അങ്ങ് വിറ്റാലോ? ഇവിടെ അടുത്തുള്ള സ്ഥലം വിറ്റ മക്കൾ അറിയില്ലേ? പിന്നെ അവരുടെ ചോദ്യത്തിന് കുറുപ്പദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റുമോ? തറവാടിൻ്റെ അടുത്ത് 2 ഏക്കർ റബ്ബർ വിറ്റാൽ നല്ല വിലയും കിട്ടും. ആ, അത് ശരിയാ. എന്നാ ശങ്കുണ്ണി അതിനു വേണ്ടി ഏർപ്പാട് ചെയ്തു. ഓ, അച്ഛാ, ഞാൻ പോവാ. പോയിട്ട് വാ. പഠിച്ച് മിടുക്കിയാവണം. എൻ്റെ മോൾക്ക് ആരും ഇല്ലെന്ന് വിചാരിക്കണ്ട. നിനക്ക് ഞാനുണ്ടാവും. എന്താവശ്യമുണ്ടെങ്കിലും വിവരങ്ങൾ അപ്പപ്പോൾ വിളിച്ച് എന്നെ അറിയിക്കണം. ഇവിടേക്ക് വിളിക്കണ്ട, ശങ്കുണ്ണിയോട് വിളിച്ച് പറഞ്ഞാൽ മതി. മനസ്സിലായോ? വരൂ. രമേശേട്ടാ, ഞാൻ പോവാ. മന്ത്രിയാവുമ്പോ എനിക്ക് ജോലി വാങ്ങിത്തരാൻ മറക്കരുത്. അമ്മ പോട്ടെ. ആരും എന്നെ വെറുക്കരുത്. കുട്ടി നടന്നോളൂ, വണ്ടി പുറത്തുണ്ട്. അച്ഛൻ എന്ത് പണിയെ കാണിച്ചത്? സ്ഥലം വിറ്റത് ഞങ്ങൾ അറിയില്ലെന്ന് വിചാരിച്ചോ? എന്താ ദാസ, അച്ഛൻ നമ്മളറിയാതെ തറവാടിന്റെ അവിടെയുള്ള ആ റബ്ബർ തോട്ടം വിറ്റു. 28 ലക്ഷം മുടക്കിയിട്ടാ ആ വേലക്കാരി പെണ്ണിനെ പഠിപ്പിക്കാൻ വിട്ടിരിക്കുന്നത്. അതെ, ഞങ്ങൾക്കറിയണം അച്ഛനും ആ പെണ്ണും തമ്മിലുള്ള ബന്ധം. എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം വളർന്നോ നിങ്ങള്? അമ്മേ, ഇത്രയും കാലം അച്ഛൻ നിങ്ങളെ ചതിക്കുകയായിരുന്നു. അച്ഛൻ ഏതോ അവിഹിത ബന്ധത്തിലുള്ള കുട്ടിയാണത്. എന്തു പറഞ്ഞടാ? ഞാൻ കേട്ടത് സത്യമാണോ? ഇത്രയും കാലം നിങ്ങളെ ജീവന തുല്യം സ്നേഹിച്ച എന്നെ നിങ്ങൾ ചതിക്കായിരുന്നു അല്ലേ? അമ്മേ, 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 വിലാസിനി, എന്തിനാ എന്നോട് എല്ലാം മറച്ചു വെച്ചത്? ശങ്കുണ്ണി എന്നോട് എല്ലാം പറഞ്ഞു. എനിക്കെന്തെങ്കിലും സംഭവിച്ച പിന്നെ ആരാ? ഒരു തുണ.
വിലാസിനി, എന്തേ അരിയും പൂവും എടുത്ത് മരിച്ചു പോയയാളെ നല്ലവണ്ണം മനസ്സിൽ ധ്യാനിക്കുക. ഇനി പിണ്ടച്ചോറ് എടുക്കാം. കൈ നനച്ച് കൈ കൊട്ടി കാക്കയെ വിളിക്കുക. കടലിലിറങ്ങി പൂയിച്ച പൂവും ഇലയും നമസ്കരിച്ച് മില്ലിലേക്ക് ഇടുക. ശേഷം 3 പ്രാവശ്യം മുങ്ങി പോരുക. അല്ല, എല്ലാരും കൂടെ ബാഗ് കൊടുത്ത് എവിടേക്ക് യാത്ര? ഞങ്ങൾ എല്ലാവരും ഈ വീട് വിട്ടിറങ്ങി. അമ്മയില്ലാത്ത ഈ വീട്ടിലേക്ക് ഞങ്ങളില്ല. അച്ഛന്റെ വൃത്തികേട് താങ്ങാൻ പറ്റാതെ നെഞ്ചു പൊട്ടിയാ ഞങ്ങളുടെ അമ്മ മരിച്ചത്. ഞങ്ങളുടെ അമ്മയെ കൊന്നത് അച്ഛനാ. എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന വേലക്കാരിക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കാൻ കഴിയുമല്ലോ അച്ഛന്. ശങ്കുണ്ണി മാമ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഹരി ഭാഗം വേണം. വാ പോ. മക്കളെ, നിങ്ങൾ പോരുത് മക്കളെ. നിങ്ങൾ പോയാൽ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടൂല. ദയവേത് ശങ്കുണ്ണിമാ പറയുന്നത് കേൾക്കി. പോകരുത് മക്കളെ, നിങ്ങൾ പോകരുത്. ഞങ്ങൾ അമ്മയുള്ളപ്പോ ഈ വീടൊരു സ്വർഗമാ. ഇപ്പൊ ഇതൊരു നരക. ശങ്കുണ്ണി മാമ, ഞങ്ങൾ പോവാ. പോകല്ല മക്കളെ, പോകല്ല കുഞ്ഞോളെ. മക്കളെല്ലാരും ഇറങ്ങിപ്പോയി. ഇപ്പൊ വീട് അനാഥായി. അവർക്കൊക്കെ അവരുടെ ഓഹരി വീതം കിട്ടണത്ര. ഞാനെല്ലാം കേട്ടടോ. ശങ്കുണ്ണി പോയി കുഞ്ഞികൃഷ്ണൻ വക്കീലിനോടൊന്ന് ഇത്രടം വരെ വരാൻ പറയണം. അവർക്ക് സ്വത്തൊക്കെ വഹിച്ചു കൊടുത്തേക്കാം. എന്നാലെങ്കിലും അവർ ഒരാഴ്ച വരട്ടിടും. തമ്പ് വിട്ടുവാ, ഞാനൊന്ന് ധരിച്ചിരിക്കട്ടെ.
ചിറകറ്റു വീഴുന്ന സ്വപ്നങ്ങളെ, എൻ്റെ ഇടനെഞ്ചിലെരിയുന്ന മോഹങ്ങളെ. ചിറകറ്റു വീഴുന്ന സ്വപ്നങ്ങളെ, എൻ്റെ ഇടനെഞ്ചിലെരിയുന്ന മോഹങ്ങളെ. കൊഴിയുന്നു മാനസവീഥിയിൽ ഞാൻ നട്ട പൂമരക്കൊമ്പിലെ പാഴ്ക്കിനാവും. കൊഴിയുന്നു മാനസവീഥിയിൽ ഞാൻ നട്ട പൂമരക്കൊമ്പിലെ പാഴ്ക്കിനാവും. രാവിൻ്റെ ശോകമായി രാക്കിളിക്കൂട്ടിലിന്നന്യനായി കേഴുന്നു മൂകമായി. അന്യനായി കേഴുന്നു മൂകമായി. ചിറകറ്റു വീഴുന്ന സ്വപ്നങ്ങളെ, എൻ്റെ ഇടനെഞ്ചിലെരിയുന്ന മോഹങ്ങളെ. ഓളവും തീരവും കഥ പറഞ്ഞു കാലം കാറ്റിൻ അലകളായി എഴുതി മായ്ച്ചു. കലഹിച്ചു പിരിയുമീ ഓളത്തിൽ മുങ്ങി സ്നേഹവും ബന്ധവും വേർപെടുന്നു. പരിദേവനത്തിൻ്റെ ഇടനാഴിയായി മനം തേടുന്നു ഒരു ദീപനാളത്തിനായി. കാലം കരുതിയ കൈവിലങ്ങായി നീ പാവം രാപ്പാടി കരയുന്നുവോ. അമ്മക്കിളിയായി കരയുന്നുവോ. ചിറകറ്റു വീഴുന്ന സ്വപ്നങ്ങളെ, എൻ്റെ ഇടനെഞ്ചിലെരിയുന്ന മോഹങ്ങളെ. തിങ്കളും താരവും മിഴിപൂട്ടി മണ്ണിൽ അന്ധകാരത്തിൻ ചിതയൊരുക്കി. വിലപിച്ചു വീതിയിൽ വീണടിഞ്ഞൻ പ്രിയ എങ്ങോ കൽഹാരമായി മറഞ്ഞു. മൗനാനുരാഗത്തിൻ മൺവിളക്കായെരിഞ്ഞേകാന്ത സൗവർണയാമത്തിനായി. സ്നേഹം മുറിവേറ്റ ശലഭമായി നീ പിടയും നോവായി പടരുന്നുവോ. ഏകാകിയായി ഞാൻ അലയുന്നുവോ. ചിറകറ്റു വീഴുന്ന സ്വപ്നങ്ങളെ, എൻ്റെ ഇടനെഞ്ചിലെരിയുന്ന മോഹങ്ങളെ. ചിറകറ്റു വീഴുന്ന സ്വപ്നങ്ങളെ, എൻ്റെ ഇടനെഞ്ചിലെരിയുന്ന മോഹങ്ങളെ. കൊഴിയുന്നു മാനസവീഥിയിൽ ഞാൻ നട്ട പൂമരക്കൊമ്പിലെ പാഴ്ക്കിനാവും. കൊഴിയുന്നു മാനസവീഥിയിൽ ഞാൻ നട്ട പൂമരക്കൊമ്പിലെ പാഴ്ക്കിനാവും. രാവിൻ്റെ ശോകമായി രാക്കിളിക്കൂട്ടിലിന്നന്യനായി കേഴുന്നു മൂകമായി. അന്യനായി കേഴുന്നു മൂകമായി.
ചിറകറ്റു വീഴുന്ന സ്വപ്നങ്ങളെ എൻ്റെ ഇടനെഞ്ചിലെരിയുന്ന മോഹങ്ങളെ ഏട്ടാ, മക്കളെല്ലാവരും എൻ്റെ വീട്ടിലുണ്ട്. അവർക്ക് അച്ഛൻ വേണ്ടത്രേ. ഈ ചെറിയച്ഛൻ മതിയെന്ന് ഏട്ടൻ മക്കളെ പറക്കാൻ പഠിപ്പിച്ചിട്ട് ഏട്ടൻ്റെ ചിറകൊടിഞ്ഞില്ലേ? ഇപ്പോൾ കൂട്ടിനാരുമില്ലാതെ തനിച്ചായില്ലേ? മക്കളില്ലാത്ത എനിക്ക് മക്കളെ തന്നിട്ട് എൻ്റെ ഏട്ടൻ അനാഥനായല്ലോ. സന്തോഷായി. അവരുടെ രക്ഷയാവ് ഇനി മുതൽ നീയാണ്. ചെല്ല്, ശങ്കുണ്ണിയും വക്കീലും ഇന്നങ്ങോട്ട് വരും. അച്യുത, മക്കളോട് പറയണം ഈ അച്ഛൻ അവരെ സ്നേഹിച്ചിരുന്നെന്ന്. മതി, അത് മതി. ഞങ്ങളോട് ഞങ്ങളുടെ അച്ഛൻ തോറ്റു. ചെറിയച്ഛ കണ്ടില്ലേ, അച്ഛൻ്റെ വാശി ഞങ്ങൾക്കുണ്ട്. ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. മക്കളെ, നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് തോൽക്കുകയോ? ഇല്ല, ഇപ്പോഴും തോറ്റത് നിങ്ങളാ. നിങ്ങൾ ആവശ്യപ്പെടുമ്പോഴൊക്കെ കാറും ജീപ്പും ബൈക്കും, നിങ്ങളുടെ ഓരോരോ ആവശ്യങ്ങൾ നിറവേറ്റാൻ എൻ്റെ അടുത്ത് എവിടുന്നാ പണം? ഒക്കെ നിങ്ങളുടെ അച്ഛൻ എന്നെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു. നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും നിറവേറ്റിയത് ഞാനല്ല, നിങ്ങളുടെ അച്ഛനാണ്. ഇതൊക്കെ എന്തിനാ എന്നെ കൊണ്ട് ചെയ്യിച്ചെന്നറിയാമോ? മക്കളില്ലാത്ത ഞങ്ങൾക്ക് സ്വന്തം മക്കളെ തന്നതാണ് എൻ്റെ ഏട്ടൻ. വയസ്സുകാലത്ത് ഞങ്ങൾ ഒറ്റപ്പെടാതിരിക്കാൻ, നിങ്ങളുടെയൊക്കെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടാൻ. എന്നാ തുടങ്ങാം. തറവാട് നിൽക്കുന്ന 5 ഏക്കർ കരഭൂമി നിങ്ങൾക്ക് 4 പേർക്കും വീട് വയ്ക്കാൻ തുല്യമായി വീതിച്ചു വച്ചിട്ടുണ്ട്. മറ്റു സ്വത്തുക്കളായ പാടങ്ങൾ, തോട്ടങ്ങൾ, പീഡിയ റൂമുകളെല്ലാം 4 പേർക്കും തുല്യമായി ഭാഗിച്ചു വച്ചിട്ടുണ്ട്. ഇതിൻ്റെ അതിരുകളൊക്കെ ഞാൻ വന്ന് കാണിച്ചു തരാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാടകയായി വാങ്ങിയ പണം മുഴുവൻ നിങ്ങളുടെ മക്കളുടെ പേരിൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതതിൻ്റെ പാസ്ബുക്ക്. പിന്നെ തറവാടും അതിനോട് ചേർന്ന 1 ഏക്കർ സ്ഥലവും ലെന എന്ന ആളുടെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ആരാ ശങ്കുണിയമ്മ അത്? ആദ്യം സുകന്യായിരുന്നു, ഇപ്പൊ ഒരു ലെന. സുകന്യ എന്നാ ലെന? ആ കുട്ടി ഒരു മുസ്ലിം കുട്ടിയാ. ആ കുട്ടിയും അച്ഛനും തമ്മിൽ ഈ കാര്യങ്ങളൊന്നും മൂന്നാമതൊരു ചെവിയും അറിയരുതെന്ന് പറഞ്ഞതാ. ഇനി അത് മറിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പറഞ്ഞില്ലേ അച്ഛൻ്റെ ജാരസന്തതിയാണെന്ന്. ആ കുട്ടി അച്ഛൻ്റെ സന്തതി തന്നെയാണ്. പക്ഷെ ജാരസന്തതിയല്ല. പണ്ട് അന്യജാതിക്കാരൻ്റെ കൂടെ ഓടിപ്പോയൊരു ചേച്ചിയില്ലേ, ആ ചേച്ചിയുടെ മകളാണ് ലെന. മകൾക്ക് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പം ഒരമ്മയുടെ ഹൃദയം പൊട്ടി തകർന്നില്ലേ? അപ്പം നിങ്ങൾ പകമൂത്ത് കത്തിയും കൊടോളായിട്ട് ചേച്ചിയും ഭർത്താവിനെ കൊല്ലാനായിരുന്നില്ലേ നിങ്ങൾ പ്ലാന്? പക്ഷേ നിങ്ങളുടെ അമ്മയുടെ സങ്കടം അച്ഛൻ മനസ്സിലാക്കി. ഞങ്ങൾ ചെറുപ്പുളശ്ശേരിക്ക് എന്ന് പറഞ്ഞു പോയത് അവരെ അന്വേഷിക്കാനാ. അന്വേഷിച്ച് ചെന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അപകടത്തിൽ ചേച്ചിയും ഭർത്താവും മരിച്ചു. അവർക്കൊരു കുട്ടിയുണ്ട്. അവളെ കാണാനില്ല എന്ന് അറിഞ്ഞപ്പോൾ ദിവസങ്ങളോളം ആ മനുഷ്യൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ അവളെ രത്തിഗാനിൽ കണ്ടെത്തിയായിരുന്നു. ഏട്ടത്തിൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് കയറ്റിക്കഴിഞ്ഞാൽ കൊത്തിപ്പറക്കില്ല നിങ്ങളെല്ലാവരും. അങ്ങനെയാണ് അവൾ ഒരു വേലക്കാരിയായി ഇവിടെ കൊണ്ടുവന്നത്. മക്കളെ, അച്ഛൻ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു. അത് പുറത്ത് കാട്ടാൻ അയാൾക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് വീട് വാടകയ്ക്ക് എന്ന് തന്നെ അച്ഛനെ വിട്ട് നിങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയാ. ചെല്ലി ആ മനുഷ്യന്റെ കാല് പിടിച്ച് മാപ്പ് പറയും, എന്നാലും നിങ്ങൾക്ക് മോശം കിട്ടും. ചെല്ലി, എല്ലാവരും ചെല്ലി ചെല്ലി.
മക്കൾ ഉറങ്ങിയോ? ഉറങ്ങി. ഏട്ടനെ പറ്റി ശങ്കുണ്ണി പറയായിരുന്നു. ആ ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് പാവം. സ്വന്തം മക്കളെ നമുക്ക് തന്നിട്ട് ഏട്ടൻ ആരോരും ഇല്ലാത്തവനായിരുന്നു. ഏട്ടന്റെ മനസ്സറിയാൻ മക്കൾക്ക് കഴിഞ്ഞില്ലല്ലോ. ഏതോ ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞാണല്ലോ ഇങ്ങനെയൊക്കെയായി. ഒന്നുറപ്പാ, ഏട്ടനൊരിക്കലും ഒരു തെറ്റ് ചെയ്യാൻ കഴിയില്ല. എന്റെ ജീവിതം അതിനൊരു തെളിവാ. മരണത്തിൽ നിന്ന് എന്നെ ജീവിതത്തിലേക്ക് നയിച്ച ആ വലിയ മനുഷ്യന്റെ മനസ്സ് നമ്മൾ അറിഞ്ഞതല്ലേ. തുറക്കണില്ല. വാതിലോർക്ക്. എന്തിനു നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വാതിലോർക്കാൻ. കുറുപ്പദേഹം ശ്രീധരപ്പടം കുറഞ്ഞതുകൊണ്ട് ചെക്കൻ്റെ വീട്ടുകാർ പോയി. എന്റെ കുട്ടിയുടെ ജീവിതം തകർന്നു. അമ്മയില്ലാത്ത കുട്ടിയാണ് അവള്. കല്യാണം മുടങ്ങിയ കുട്ടീനെ ഇനി ആരും സ്വീകരിക്കില്ല. കുറുപ്പദേഹം വിഷമിക്കാതിരിക്കുക, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അച്യുത, ഈ കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടു. ഈ കുട്ടിയുടെ കഴുത്തിൽ താലി ആർത്താൻ. താലി ഇങ്ങെടുക്കൂ. ഇതാ. നിർത്ത്. ഏട്ടാ, ഏട്ടന് ഭ്രാന്ത് പിടിച്ചോ? വലിയ തറവാട്ടുകാരായ നമ്മള് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളെ താലിയാർത്ത് അത് പറ്റില്ല. അനിയ, ഈ കുടുംബത്തെ രക്ഷിക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ. താഴ്ന്ന ജാതിക്കാരൻ എന്നൊരു ജാതി ഇല്ല. എല്ലാവരും മനുഷ്യരാണ്. ഏട്ടന്റെ കമ്മ്യൂണിസം നമ്മുടെ തറവാട്ടിൽ നടക്കില്ല. ഈ പെണ്ണിനെങ്ങാനും ചെറിയേട്ടൻ കല്യാണം കഴിച്ചാ പിന്നെ നിങ്ങളാരും തെക്കേക്കര തറവാട്ടിൽ കാലുകുത്താൻ പാടില്ല. വാടാ. തറവാടിന് പേര് ദോഷം വരുത്തിയിട്ട് വല്ലവരും അങ്ങോട്ട് വന്നാ ഈ കാലി ഞങ്ങൾ വെട്ടും. നീ താലി ആർത്തടാ. നിങ്ങളുടെ ഏട്ടൻ എനിക്ക് ദൈവ. എൻ്റെ ഏട്ടനെ ഇങ്ങനെയൊക്കെ വന്നല്ലോ ഈശ്വര. അച്ഛാ, ഞങ്ങൾ വന്നു. ഇനി ഞങ്ങൾ അച്ഛനെ വിട്ട് എങ്ങോട്ടും പോവില്ല. അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ അച്ഛനെ തെറ്റിദ്ധരിച്ചു പോയി. അച്ഛൻ ഞങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറയച്ച, ഒന്ന് ചീത്ത പറഞ്ഞാലും വേണ്ടിയില്ല, എന്തെങ്കിലും ഒന്ന് പറയച്ച. അച്ഛാ, 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 അച്ഛാ,
ആരാ എന്റെ കസേര കയറിയിരിക്കുന്നേ? അച്ഛന്റെ കസേര ഞങ്ങൾ അതേമാതിരി വെച്ചിരിക്കുക. അച്ഛൻ ഇപ്പോഴും ഈ വീട്ടിലുണ്ടെന്ന് തോന്നാൻ വേണ്ടി. ഇനി മുതൽ മോൾക്കുള്ളതാണ് ഈ കസേര. ശരിയാ, ഇനി ഇങ്ങനെയല്ലേ താരം.